ഇല്ലാത മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല. അനിലനും കല്ല് ആഴിയും കനലും അല്ലാതെ ശൂന്യം അതും എല്ലാം ഒരു ആദി അറിവാം. തല്ലാഘവം പറകിൽ ഇല്ല ആരണം ക്രിയകൾ മല്ലാടുകില്ല മതി ഈ സല്ലാപം ഒന്നുമതി എല്ലാവരും തിരയും ഉല്ലാഘ ബോധ ജനനി. ഇപ്പൊ പറഞ്ഞല്ലോ, ത്രിപുടി പരമാത്മസത്തയിൽ നിന്ന് പൊങ്ങിയതാണ്. അത് ബ്രഹ്മമാണ്. അതിന് പരമാത്മസത്തയുടെ ആ ഒരു സത്യസ്ഥിതി ഇല്ല എന്ന് നമ്മൾ അറിഞ്ഞു. ഇപ്പൊ ഗുരു പറയാ ഇല്ലാതെ മായ ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഞാനുണ്ട്, നിങ്ങളുണ്ട്, ഞാൻ എത്ര കാലമായി ജീവിക്കുന്നൂടെ. അപ്പോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താ മായയുടെ സ്വഭാവം എന്താ? അതായത് വ്യക്തമായ രൂപത്തോടുകൂടി പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്തവളാണ് മായ. ശക്തിയെ ആർക്കും കാണാൻ പറ്റുമോ? നമ്മളിലുള്ള ശക്തി, ഞാനിപ്പോൾ സംസാരിക്കുന്ന എൻ്റെ ശക്തി ഉപയോഗിച്ചാൽ അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതായത് വ്യക്തമായ രൂപത്തോടുകൂടി പ്രത്യക്ഷത്തിൽ കാണാനില്ലാത്തത് കൊണ്ടാണ് മായ എന്ന് പേരിട്ടത്. യാതൊന്നാണോ ഈ കാണുന്നത് പോലെയല്ല, യഥാർത്ഥ രൂപമല്ല കാണുന്നത്, അതാണ് മായ എന്ന് പറയുന്നത്. ഇല്ലാത്തതെന്നല്ല, വസ്തുസ്ഥിതി കാണുന്ന രൂപം ശരിയല്ല എന്നർത്ഥം. നമ്മൾ ഈ ലോകത്തെ കാണുന്ന നമ്മുടെ കൊച്ചു കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് സത്യമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഉറുമ്പിന്റെ കാഴ്ച വേറെയാ, ഒരു നായയുടെ കാഴ്ച വേറെയാ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെക്കാൾ എത്ര ആ ഹെഡ്സ് കുറവ് ശബ്ദം പോലും എടുക്കാൻ പറ്റിയ ജീവികളുണ്ട്. അപ്പൊ നമ്മുടെ എന്തിനാണോ പവർഫുൾ ഉള്ളത്? നമ്മുടെ കാഴ്ചയാണോ ശരി? അല്ല. പലരുടെ ലോകം പലതാണ്. നമ്മൾ കാണുന്ന ലോകത്തെ നമ്മൾ ഇതാ ലോകം നമ്മൾ പിടിച്ചോണ്ടിരിക്കുക. ഇതല്ല ശരിയായ ലോകം. അതായത് ഗുരു പറയാണ്, പ്രത്യക്ഷത്തിൽ സ്വയം നിലനിൽപ്പില്ലാത്തതും എന്നാൽ ഉണ്ടെന്ന് പ്രതീതമാകുന്നതും അതാണ് മായ. മായയെ പിടിക്കാൻ പോയാൽ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ദർശനമാല മായാദർശനം 10 ശ്ലോകങ്ങൾ. ന വിദ്യതേ യാസാ മായ വിദ്യ അവിദ്യ പര അപര തമ പ്രധാനം പ്രകൃതി ബഹുധാ സേവകത്യതേ. 7 രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗുരു പറഞ്ഞു അമേയ വൈഭവയാണ് മായ എന്ന് പറഞ്ഞിട്ട് 7 രൂപം പറഞ്ഞു. ഒന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഗുരു പറയാ എന്നാലും 7 ഭാവങ്ങൾ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. വിദ്യാശക്തി, അവിദ്യ. ഇതൊക്കെ സമയോടാനുള്ള ഭംഗിയായിട്ട് വിശദീകരിക്കാൻ പറ്റും. ഇത് സങ്കടമായി ഇവിടെയൊക്കെ സ്കിപ്പാവുമ്പോ സത്യത്തെ കാണിച്ചു തരുന്ന ശക്തി വിദ്യാശക്തി. ഈ പ്രപഞ്ചത്തെ കാണിച്ച് നമ്മളെ മയക്കി സത്യമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പ്രപഞ്ചമാണ് സത്യം എന്ന് പറയുന്ന വിദ്യാശക്തി. പിന്നെന്താ വിദ്യ പര, ഇന്ദ്രിയങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്ന പര, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിപ്പിക്കുന്ന അപര, നമ്മളെ സ്വരൂപത്തെ മൂടുന്ന തമസ്. അതായത് ഒരു വിത്തിലെ വൃക്ഷം എന്നതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ശക്തിയിൽ അടക്കി വെച്ചിരിക്കുന്ന രൂപത്തിന്റെ പ്രധാനം. പിന്നെ എന്താ? അതായത് സത്വരജസ് തമോ ഗുണങ്ങളെ 3 ചെയ്തിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന പ്രകൃതി. ഇതൊക്കെ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ആഴത്തിൽ പഠിച്ചോളൂ. ദർശനമാല പഠിക്കുമ്പോൾ നമുക്ക് ആഴത്തിൽ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഗുരു മായയെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഇല്ലാതെ മായ ഇടുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രകടമല്ലാത്തതിനെ പ്രകടമാക്കുക എന്നുള്ളതാണ് ഇടുക എന്നർത്ഥം. അവ്യക്തമായതിനെ വ്യക്തമാക്കുക. അതാ ജഗദീശ്വര ശക്തിയാണ് നമ്മളെ കാണിച്ചു തന്നേക്കുന്നത്. ഇതിന്റെ ശരിയായ രൂപമല്ല. എന്റെ രൂപം ഈ ഞാനല്ല. എന്റെ രൂപം ഈ പഞ്ചഭൂതാത്മകമായ സ്ഥൂല ശരീരം അല്ല ഞാൻ. എന്റെ സത്തയെ എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ആ സത്ത നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞു. ഈ മൈക്ക് നോക്കിയാൽ ഈ പുറംമൂടിയല്ല, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന എത്രയോ വസ്തുക്കൾ അഴിച്ചഴിച്ചഴിച്ച് മാറ്റുമ്പോൾ പഞ്ച തന്മാത്രകളായി സ്മോൾ മോളിക്കൂളായിട്ട് മാറും. അതാണ് അതിന്റെ സത്ത. ഇതൊന്നുമല്ല. ബാഹ്യരൂപങ്ങൾക്കപ്പുറം ഉള്ള ആ ചൈതന്യമാണ് നമ്മൾ അറിയാത്തത്. അതറിയാതെ ഈ പുറംമൂടി മൂടി വെച്ചിരിക്കുന്നുണ്ട്. അതിനെ മാറുമെന്ന് പറഞ്ഞു. ഇല്ലാത്തതല്ല. ഗുരു വളരെ വ്യക്തമായി അത് പറഞ്ഞു തരുന്നുണ്ട്. ഏത് സന്ദർഭത്തിൽ ഒരാള് ഗുരുവിന്റെ മുമ്പിൽ പെട്ടാലും ഗുരു പറയും, ഇതൊക്കെ പറയാൻ എളുപ്പമല്ലേ, നിന്റെ വസ്ത്രം നോക്കിക്കേ, ഇത് വസ്ത്രമാണ്. അത് ആ വസ്ത്രം ഇപ്പൊ ഉണ്ട് ഗുരു, ഇങ്ങനൊരു കാര്യം ചെയ്തോളൂ. അതിന്റെ ആ നൂലുകൾ, അതിന്റെ
അതിന്റെ ആ വസ്ത്രത്തിന്റെ നൂലൊക്കെ എടുത്തൊന്ന് മാറ്റിയേ, വസ്ത്ര നൂലുകൂടെ ഉണ്ടാക്കിയതല്ലേ. ഇപ്പൊ വസ്ത്രമുണ്ടോ? ഇല്ല ഗുരു. ഇപ്പൊ എന്തുണ്ട്? നൂല്. ഇനി നൂലിനെ ഒന്ന് പിടിച്ചു നോക്കിക്കേ, ഇപ്പൊ നൂലുണ്ടോ? ഇല്ല. ഇപ്പൊ എന്താ? പഞ്ഞിയായി. അപ്പൊ പിരിക്കുമ്പോൾ ഒരു വസ്തു ഇല്ല എങ്കിൽ ആ വസ്തു ഉണ്ടെന്ന് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? ഒരു വസ്തുവിനെ പിരിച്ചു മാറ്റുമ്പോൾ ആ വസ്തു ഇല്ലാതാകുന്നെങ്കിൽ ആ വസ്തു ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമ്മൾ കാണുന്നതൊന്നും ശരിയായ സ്വരൂപമല്ല. പിന്നെ ചോദിക്കുക, പിന്നെ ഉള്ളത് എന്താ ഗുരു? ഉള്ളത് എന്താ പറയാ, പ്രകാശം മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം പ്രതീതിയാണെന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പൊ പറയാണ്, ഇല്ലാതെ മായയിലും ഉല്ലാസമൊന്നും. ഉല്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാണുന്ന പ്രതീതികള് അതെല്ലാം അറിവല്ലാതെ ഇല്ല, പരമാത്മ സത്തയല്ലാതെ മറ്റൊന്നുമല്ല. ഉല്ലാസം എന്ന് പറഞ്ഞ പ്രതീതിയാണ് കേട്ടോ. അതായത് ഈ പ്രതീതികളെ കണ്ടിട്ടാണ് നമ്മൾ പല പല ബന്ധങ്ങളിൽ പോയി കൊടുക്കുന്നത്. മതത്തിന്റെ പേരിൽ, മത്സരത്തിന്റെ എന്താ പറയാ, ജാതിയുടെ പേരില്, വർണ്ണത്തിന്റെ പേരില്, വ്യക്തികളുടെ പേരില്, സമുദായത്തിന്റെ പേരില് ഒക്കെ മത്സരിക്കുന്നത് ഈ ഉല്ലാസം കണ്ടിട്ടല്ലേ? പ്രതീതി മാത്രമല്ലേ? ഒന്ന് ആലോചിച്ച് സങ്കടം വരും ലോകത്തിന്റെ അജ്ഞാനത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക്. അപ്പൊ പറയാ, ഈ ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല, പരമമായ ബോധമല്ലാതെ മറ്റൊന്നുമല്ല ഈ കാണുന്ന പ്രകടനങ്ങളെല്ലാം. എന്നിട്ട് പറയാണ്, അനിലനും കല്ല് ആഴി കനല് അല്ലാതെ ശൂന്യം. എളുപ്പം പഠിക്കാൻ. പഞ്ചഭൂതങ്ങൾ അറിയാലോ. അനിലൻ ആരാ? വായു അല്ലെ? അനിലൻ. പിന്നെ കല്ലാരാ? ഭൂമി. ആഴി എന്താ? ജലം. കനൽ എന്താ? അഗ്നി. ശൂന്യം എന്താ? ആകാശം. പഞ്ചഭൂതങ്ങളായില്ലേ? ഈ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമല്ലേ? നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമല്ലേ? അല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ട്? ഇല്ല. നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്. 5 ഭൂതങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ പല്ലും എല്ലും ഒക്കെ ഈ ഭൂമി തത്വമാണ്, രക്തമൊക്കെ ജലതത്വമാണ് അല്ലേ? പിന്നെ അഗ്നിയുണ്ട്. അഗ്നി എന്താ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ അപ്പ വിശക്കുമ്പോ അയ്യോ എരിയെന്ന് പറയാറില്ലേ? എരിഞ്ഞ് കത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നി, ജഠരാഗ്നി അല്ലേ? അപ്പോ കഴിച്ച ആഹാരങ്ങൾ ദഹിപ്പിച്ച് എടുക്കുന്നത് നമ്മുടെ നാഡികളെ, വെടിപ്പ്, നമ്മുടെ ഓർമ്മശക്തി, ഊർജം, കഴിക്കുന്ന ആഹാരത്തെ ഊർജമാക്കി മാറ്റുന്നത് അഗ്നിയാണ്. പിന്നെന്താ? വായുവാണ് ഇതിനെ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. പിന്നെ ആകാശം എല്ലാത്തിനും ഇരിക്കാനുള്ള ഇരിപ്പിടം. നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്, ഈ പ്രപഞ്ചവും പഞ്ചഭൂതാത്മകമാണ്. അപ്പൊ പറയാണ്, കല്ല്, അനിലനും. ഇനി ഇവിടെ മാത്രമേ ഗുരു പഞ്ചഭൂതങ്ങളെ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും 2 വെച്ച് പറഞ്ഞു തന്നിട്ട് മക്കളെ ബാക്കി നിങ്ങൾ എടുത്തോട്ടാന്ന് പറഞ്ഞ പോകുന്നേട്ടോ. അവിടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ. അനിലനും കല്ല് ആഴി കനല് അല്ലാതെ ശൂന്യം, അതും എല്ലാം ഒരാദി അറിവാം. എല്ലാം അറിവ് തന്നെ. ഈ പഞ്ചഭൂതങ്ങൾ പരമാത്മ ശക്തിയിൽ നിന്ന് ഉണ്ടായതാണ്. അത് അറിവ്. ഒരു ശക്തിയിൽ നിന്നുണ്ടായത് ശക്തി അല്ലാതെ വേറെ വല്ലതും ആവോ? ഇല്ല. അപ്പോ പാലിൽ നിന്ന് നമ്മൾ തൈരുണ്ടാക്കിയാൽ അത് ആ തൈരിന്റെ ഉള്ളടക്കം പാലിന്റെ തന്നെ ഗുണമാണ് അതിനകത്തുള്ളത് അല്ലേ? അതുപോലെ ഈ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം പരമേശ്വര ശക്തി അല്ലാതെ, ജഗദീശ്വര ശക്തി അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാം. അപ്പൊ പറയാണ്, അനിലനും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം, അതും എല്ലാം ഒരാദി അറിവാം. അവിടെ ക്ലിയർ ആയല്ലോ? പഞ്ചഭൂതങ്ങള് ജഗദീശ്വര ശക്തി തന്നെയാണ്. എന്നിട്ട് ഗുരു പറയാ, തല്ലാഘവം പറകിൽ. തല്ലാഘവം എന്ന് പറഞ്ഞാൽ അതിന്റെ ലഘുത്വം, ആ പരമാത്മ ചൈതന്യത്തിന്റെ ലാഘവത്തെ അറിഞ്ഞാൽ, അനുഭൂതിയെ അറിഞ്ഞാൽ, ജഗദീശ്വര ചൈതന്യത്തിന്റെ അനുഭൂതിയെ പറകിൽ ഇല്ല ആരണം ക്രിയകൾ. അതായത് വേദത്തിലെ കർമ്മങ്ങളെ പറയുന്ന പ്രമാണവചനത്തിനാണ് ആരണം എന്ന് പറയാം. കർമ്മമുണ്ട്, ജ്ഞാനമുണ്ട്. വേദത്തിൽ കർമ്മകാണ്ഡമുണ്ട്, ജ്ഞാനകാണ്ഡമുണ്ട്. കർമ്മം നമ്മളെ സ്വർഗത്തിൽ വരെ എത്തിക്കും. പിന്നെ എന്ത് പറ്റും? പുണ്യം തീരുമ്പോൾ തിരിച്ചു ഭൂമി പതിക്കുന്നതാണ് നമ്മള് പഠിക്കുന്നത്, വേദത്തിലൊക്കെ പഠിക്കുന്നത് അല്ലേ? പക്ഷെ എന്താ പറയാ, കർമ്മങ്ങൾ കൊണ്ട് നേടുന്നതെല്ലാം അനിത്യമാണ്, സംശയമില്ല. പുണ്യം തീരുമ്പോൾ പതിക്കേണ്ടി വരും. അപ്പോ ആരണം ക്രിയകൾ നമ്മൾ യജ്ഞയാഗ ഹോമാദികളെല്ലാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം ഈ പ്രാപഞ്ച ജീവിതത്തിൽ തന്നെ വീണ്ടും നമ്മളെ എത്തിക്കുന്നതാണ്.
ഭൗതികമായ അഭിവൃദ്ധിയും ഐശ്വര്യമൊന്നും കിട്ടും. പക്ഷെ എനിക്ക് വേണ്ടത് അതൊന്നുമല്ല. അതൊക്കെ ഈ ലോകത്ത് ഇട്ടിട്ട് പോകേണ്ടതാ. എനിക്ക് വേണ്ടത് അതാണോ? ആണോ? കഴിച്ച് വിസർജിച്ച് കളയാനുള്ള വെറും ജഡമായ വസ്തുക്കളാണോ എനിക്ക് വേണ്ടേ? എനിക്ക് ശ്രേഷ്ഠമായതിന് മതി, ഇതൊന്നും വേണ്ട. എന്റെ പ്രശ്നം ആരണക്രിയകൾ കൊണ്ട് ഒന്നും തീരുന്നതല്ല. യജ്ഞയോഗ യാഗ ഹോമാദികൾ കൊണ്ട് കിട്ടുന്ന ഐശ്വര്യമൊന്നും എനിക്ക് വേണ്ട. സത്യത്തെ അറിയാത്തവരാണ് ആ രീതിയിലേക്ക് പോകുന്നത്. എനിക്ക് മതി സത്യം അറിഞ്ഞവനാ. എനിക്ക് ആ ശ്രേഷ്ഠതയിൽ നിന്ന് അനിവാര്യതയുമായ മോക്ഷത്തിൽ നിന്ന് അപ്പുറം മറ്റൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ആരണക്രിയ ഉണ്ടാവില്ല. അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ച് എൻ്റെ മകനും എൻ്റെ മക്കൾക്കും ഒക്കെ സുഖമായിട്ടിരിക്കുന്ന ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ആവശ്യപ്പെട്ടെന്ന് വരുന്നത് ഇതൊക്കെ അപ്പൊ തന്നെ ചെയ്ത് പിന്നെ അടുത്ത ആവശ്യമായി നമുക്ക് പോകേണ്ടി വരും അല്ലേ? എല്ലാം ഇട്ട് തന്നിട്ടുണ്ട്, ഒന്നും ചോദിച്ചു മേടിക്കുന്നതല്ല എന്ന് ആദ്യം അറിയാം. ആദ്യം അറിയാം. ഒരു കൃപാസനത്തിൽ പോയി ചോദിച്ചാലും കിട്ടില്ല. കിട്ടാനുള്ളതൊക്കെ ഇട്ട് തന്നിട്ടുണ്ടെന്ന് ഗുരു എത്രയോ വട്ടം പറഞ്ഞു. പക്ഷെ നമ്മൾ പിന്നെയും കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞിട്ട് കാഞ്ഞിരക്കനിയെ തേടി നടക്കുകയാണ്. അപ്പോൾ ആരണക്രിയകൾ ഉണ്ടാവില്ല. പരമസത്യത്തിന്റെ ആ പ്രകാശം ആനന്ദം അറിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളിൽ നമ്മൾ അഭിനമിക്കില്ല. ജീവിക്കാനുള്ള കർമ്മം ചെയ്താൽ മതിയെന്ന് തോന്നും അല്ലേ? എൻ്റെ ലക്ഷ്യം ഇനി ഒരു 10 തലമുറക്കും കൂടി സമ്പാദിച്ചിട്ട് പോകണം എന്നൊന്നും നമ്മൾ കരുതും അങ്ങനെ. ഏതായാലും ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നവർക്ക് ആർക്കും അങ്ങനെയൊന്നും അവർ കരുതില്ല അല്ലേ? എൻ്റെ ജീവിതം ഏറ്റവും കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകണം അല്ലേ? ഈ ലോക ജീവിത യാത്ര എനിക്ക് അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം, ഇത് മതി എനിക്ക്. ഒന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ഇത് തന്നാൽ മതി. ആരണം ക്രിയകളില്ല, മല്ലാടുമില്ല. മതി ബുദ്ധി. മല്ലടിക്കുകയില്ല, ഒന്നിനു വേണ്ടി മല്ലടിക്കുകയില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ അധികാരങ്ങൾക്ക് വേണ്ടിയോ ഒന്നിനും മല്ലടിക്കില്ല. അതായത് ജഗദീശ്വരനെ അറിഞ്ഞാൽ, പരമാത്മ ചൈതന്യത്തെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനും വേണ്ടി നമ്മൾ മല്ലടിക്കുകയില്ല. പ്രാപ്യത കിഞ്ചിത് വാഞ്ചതി, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കില്ല. ന ശോചതി, ദുഃഖിക്കില്ല. ന ദ്വേഷ്ടി, ആരെയും വെറുക്കില്ല. പ്രാപ്യ ലബ്ധ്വാ തൃപ്തോ ഭവതി മുക്തോ ഭവതി അമൃതോ ഭവതി. തൃപ്തനാകുന്നു, മുക്തനാകുന്നു, മരണമില്ലാത്തവനാകുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് സല്ലാപം. അതുപോലെ നമുക്ക് അത് കിട്ടിയാൽ മതിയല്ലോ. ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാനെ അതെനിക്ക് തരണേ. ആ സല്ലാപം ഒന്നും മതി. ഒരു പറയാ എല്ലാവരും തിരയും. എല്ലാവരും തിരയണത് സല്ലാപത്തെയാണോ? ജഗദീശത്തെ കിട്ടാനാണോ എല്ലാവരും തിരയണത്? എങ്കിലും ഇവിടെ ഈ വേദിയൊന്നും പോരാ. കോട്ടയം മതിയല്ലേ? ഇതിന് എത്രയോ വിസ്താരമുള്ള ഹോൾ എടുക്കേണ്ടി വന്നാല്. എല്ലാവരും ഒരു പറയാ, എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും തിരയുന്നത് ഈശ്വരനെ തന്നെയാണ്. എന്ന് വെച്ചാൽ സുഖമാണ് എല്ലാവരും തിരയുന്നത് അല്ലേ? നമ്മൾക്ക് ദുഃഖം തരുന്നവരടുത്ത് ഇച്ചിരി നേരം നമ്മൾ ഇരിക്കാൻ പറ്റുന്നോ? ഒരു മരണം വീട്ടിൽ ചെന്നാൽ നമുക്ക് സമയം പോകില്ല അല്ലേ? വേഗം പോയാൽ മതി എന്നൊന്ന് പറഞ്ഞു. അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളവരടുത്താണെങ്കിലോ സമയം പോണത് പോലും അറിയില്ല. അപ്പോൾ സുഖം തേടി നടക്കുന്നു മനുഷ്യൻ. അപ്പൊ പറയുകയാണ്, അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും തിരയുന്നത് ഈ ഈശ്വര സത്യത്തെ തന്നെ. സുഖം നമ്മൾ എന്ത് ഭൗതിക വസ്തുക്കളിൽ തിരയുന്നുണ്ടോ അത് നമ്മുടെ ആത്മസ്വരൂപത്തിന്റെ സുഖമാണ്. അതറിയാതെ ഒരു എന്താ പറയാ, എനിക്ക് നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ആ പാട്ടാണോ എനിക്ക് സുഖം തന്നത്? നീ ചിന്തിച്ചേ, പാട്ടാണോ? നമ്മൾ അങ്ങനെയല്ലേ കരുതിയിരിക്കുന്നത്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സുഖം കിട്ടി. പാട്ട് കേട്ടപ്പോൾ നിന്റെ മനസ്സൊന്ന് അടങ്ങിയപ്പോൾ നിന്റെ ആ എന്താ പറയാ നാദത്തിനപ്പുറമുള്ള പ്രകാശം ഒന്ന് തെളിഞ്ഞപ്പോഴാണ് ആനന്ദം കിട്ടിയത്. എപ്പോഴെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ? മനസ്സടങ്ങിയപ്പോ ഉള്ളിൽ നിന്നാണ് സുഖം വന്നേ, പുറത്തുനിന്നല്ല. വീട് കണ്ടു, നല്ല വീട് വെച്ചു, ആവാം സ്വപ്ന സാക്ഷാത്കാരം. മനസ്സടങ്ങി ആനന്ദം പുറത്തോട്ട് വന്നു. ആ വീട് കല്ലിനും മണ്ണിനും ആനന്ദം തരാനുള്ള കഴിവുണ്ടോ? ഇല്ല. മകനെ കണ്ട് ആനന്ദിച്ചു. ആനന്ദം എവിടുന്നാ വന്നേ? ഉള്ളിൽ നിന്നേ വന്നേ. അപ്പൊ ആനന്ദം വസ്തുനിഷ്ഠമാണോ ആത്മനിഷ്ഠമാണോ? ആത്മനിഷ്ഠമല്ലേ? ആണല്ലോ. പക്ഷെ നമ്മൾ പുറത്തേക്ക് വസ്തുക്കളെ ആനന്ദം തിരഞ്ഞെടുക്കുമ്പോൾ അതാണ് നമുക്ക് സുഖം തരുന്നതെന്ന് കരുതിയിട്ടല്ലേ? അതിന്റെ ഒരു 10,000 ഇരട്ടി ഉള്ളിലുണ്ടെന്ന് ഗുരു പറഞ്ഞു തന്നിട്ട് നമുക്ക് മനസ്സിലായോ?
മനസ്സിലാവുന്നില്ല, ഭഗവാനെ പറ്റുന്നില്ല. അപ്പൊ നോക്കിക്കേ, എല്ലാവരും തിരയും, ഒരു ഉറുമ്പെറിഞ്ഞു പോകുന്നത് പോലും അതിന്റെ ആഹാരം നേടി ഈ സുഖം നേടിയിട്ടാണ്. അറിഞ്ഞ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നവർ അറിഞ്ഞു തിരയുന്നവരാ. അറിഞ്ഞു തിരഞ്ഞാൽ ജീവിതത്തെ നമുക്ക് കൂടുതൽ കൂടുതൽ സാർത്ഥകമാക്കി അനുഭവിച്ചു കൊണ്ടുപോകാം. അറിയാതെ തിരഞ്ഞാൽ, അറിയാതെ ഭൗതിക വസ്തുക്കളാണ് സുഖം തരുന്നത് എന്ന് കരുതി പിടിച്ചുകൊണ്ട് നടന്നാൽ ഈ സത്യത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളപ്പോഴും ഈ ലോക ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യും? എന്തോ ഒരു ചിരി, എന്താണ് പറ്റേ? ഞങ്ങളും കൂടി ഒന്ന് ചിരിക്കട്ടെ, പറഞ്ഞു. എന്തായാലും ചെവി നമുക്ക് മറ്റേ ചിരിക്കുന്നവരെ എന്താ കാണുന്നത്? സുഖം ഓർത്തിട്ടാണോ? കാണുന്നില്ലേ? ഇപ്പൊ നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ പൂവ് കാണാൻ പറ്റും? മറയാണോ? ഓ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും തിരയണ സുഖാന്ന് ഗുരു പറഞ്ഞു. അറിയാതെ തിരയുന്നവരുടെ കുഴപ്പം എന്താന്ന് വെച്ചാ, സുഖം ഉള്ളിലിരുന്നിട്ടും എന്റെ ജീവിതം ദുഃഖമയമാണ്. എന്തോരം ദുഃഖമാണ്. ഒരാളെ ഇച്ചിരി നേരം കിട്ടിയാൽ മതി പിടിച്ചു നിർത്തി പറയാവുന്ന മുഴുവൻ പറയും. കാരണം എന്താ? ഈ സുഖം ഇരുന്നിട്ട് അതിനെ ദുഃഖമാക്കിക്കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഓരോ നിമിഷവും നമ്മൾ അതിനെ ദുഃഖമാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ദുഃഖം ആരോടും പറയാൻ നമുക്ക് ഉണ്ടാവില്ല. ഞാൻ സുഖസ്വരൂപമാണ്, ഇതെന്റെ മനസ്സിന്റെ തലമാണ് ദുഃഖം എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയും. നമുക്ക് തന്നെ ഓവർകം ചെയ്യാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ദുഃഖം ഒരു സെക്കൻഡ് ഒരാൾ വന്ന് മാറ്റിത്തരാനില്ല, പറ്റില്ല. അത് നമ്മൾ തന്നെ പറ്റുമോ? അത് ആദ്യം അറിയുക. അതിനാണ് നിങ്ങളിത് പഠിക്കുന്നത്. ചങ്കോട് കൂടെ ജീവിക്കാൻ, ഭയമില്ലാതെ ജീവിക്കാൻ, ഈ ലോകത്ത് ജനന മരണ ചുഴിയിൽ വീണ് അലയാതിരിക്കാൻ. ഇത് നോക്കാം. എല്ലാവരും തിരയും ഉല്ലാഖബോധ ജനനി. ഉല്ലാഖം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്ന, കുറ്റമറ്റതെന്നർത്ഥം. ഉല്ലാഖം എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തത്, കുറ്റമറ്റത്. അത് കളങ്കമില്ലാത്ത ബോധത്തെ ജനിപ്പിക്കുന്ന, പരമമായ ബോധത്തെ തരുന്ന. ഉല്ലാഖബോധം എന്ന് പറഞ്ഞാൽ ആ എന്താ പറയാ, കളങ്കമില്ലാത്ത ആ ശുദ്ധമായ ജ്ഞാനത്തെ ജനിപ്പിക്കുന്ന. അല്ലയോ അമ്മേ, എല്ലാവരും തിരയുന്നത് നിന്നെ തന്നെയല്ലേ? നീ എന്ന ആനന്ദ സ്വരൂപത്തെ തന്നെയല്ലേ എല്ലാവരും തിരയുന്നത് എന്നാണ് ഗുരു ചോദിക്കുന്നത്. അപ്പോ ഒന്ന് നോക്കിക്കേ, ഇല്ലാത്ത മായ ഉണ്ടാക്കി കാണിക്കുന്ന ഈ പ്രകടനങ്ങൾ, പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം അറിവല്ലാതെ മറ്റൊന്നുമല്ല. മായിട്ട് കാണിക്കുന്ന ഉല്ലാസങ്ങൾ ഏതൊക്കെയാ? അനിലൻ, കല്ല്, ആഴി, കനല്, ശൂന്യം. ഇതൊക്കെ എന്താന്നാ ഗുരു പറഞ്ഞേ? ആദ്യ അറിവാണ്. അത് ലഘുവാണോ ഗുരുവാണോ? അതിന് ഭാരം കുറവാണോ ഭാരം കൂടുതലാണോ? ലാഘവം എന്ന് പറഞ്ഞാൽ എന്താ? ആ പരമാത്മജ്ഞാനത്തിന്റെ ലഘുത്വത്തെ അറിഞ്ഞാൽ പിന്നെ നമ്മൾ ആരോട് തല്ലുകൂടാൻ പോകില്ല. എന്റെ ഗുരുവ വലുത്, നിന്റെ ഗുരുവ വലുത്, എന്റെ സമുദായമാണ് വലുത്, നിന്റെ സമുദായമാണ് വലുത്, അല്ലെ? അങ്ങനെ തല്ലു പിടിക്കുന്ന നമ്മൾ നമ്മുടെ ഗുരുവിനെ വലുതാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ വലുതാക്കേണ്ടതല്ല. ഗുരു സ്വയം വലുതായി പരമാത്മ ചൈതന്യ സ്വരൂപനാണ്. നമ്മൾ വലുതാക്കുമ്പോൾ ചെറുതായി പോകും. ഇത് പറയാൻ പാടില്ല. ഗുരുവിനെ മഹത്വവൽക്കരിക്കാൻ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് കാലം തിരഞ്ഞെടുത്ത് കണ്ടുകൊള്ളും. ഇത്രേ പറയാനുള്ളൂ. അതിനുവേണ്ടി ആളോട് ബാധിക്കാൻ നിൽക്കണ്ട. നമുക്ക് കിട്ടിയ സുഖം അനുഭവിച്ച് ജീവിച്ചു പോകും. ഇത്രയേ ഉള്ളൂ. ലാരണം, അതായത് ആ ലഘുത്വത്തെ അറിയുമ്പോൾ ഒന്നിനു വേണ്ടിയും നമ്മൾ മല്ലടിക്കുകയില്ല, ആരണക്രിയകളില്ല, ഫലം ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മം ചെയ്യുകയില്ല, മല്ലാടുകയില്ല, ആരോടും തല്ലുകൂടാൻ പോവുകയില്ല. എനിക്ക് ഈ സല്ലാപമൊന്നും മതി അമ്മേ, ഈ പരമമായ അറിവിന് എന്നെയും കൂടി പാത്രമാക്കണേ, ഈ അറിവ് മാത്രം മതി. എല്ലാവരും അറിഞ്ഞും അറിയാതെയും തിരയുന്നത് കളങ്കമറ്റ ആ പരമാത്മബോധ സ്വരൂപിണിയായ നിന്നെയാണല്ലോ അമ്മേ എന്ന് പറയാം. ആദ്യത്തതിൽ ജനനീനെ വിളിച്ചു, ഇപ്പൊ വിളിച്ചു ഉല്ലാഖബോധ ജനനി. എന്താ ഉല്ലാഖബോധ ജനനി എന്ന് പറഞ്ഞാൽ? പാപത്തെ എല്ലാം ഇല്ലാതെയാക്കി നമ്മുടെ ശുദ്ധബോധം ജനിപ്പിക്കുന്ന അമ്മ എന്നർത്ഥം കേട്ടോ. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക്